ഇന്നലെ കാസർഗോഡ് നടന്ന സംഭവം 23/11/2025 ഹനാൻ ഷാ വരുന്ന പറഞ്ഞിട്ട് എല്ലാവരും കുറ്റിയും പറിച്ചുകൊണ്ട് പോയി. സംഘാടകരോട് ചോദിക്കാനുള്ളത്, 1000 ആൾക്കാരെ പരിപാടിയൊക്കെ 500 ആൾക്കാരെ കൂടുതൽ സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ? അതല്ലെങ്കിൽ എത്രയാണോ സൗകര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലമുള്ളത് അതിന്ന് 10 പേരെ കുറച്ചിട്ടില്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ ടിക്കറ്റ് മാത്രം വിറ്റാൽ മതിയാ. പോലീസിനെ മേടിച്ചിട്ട് ഓടിയിട്ട് ഒരു പെണ്ണ് കുഴിക്ക് വീണ് പോലീസ് ലാത്തി വീശി. പോലീസിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, പോലീസ് നിയന്ത്രിക്കാൻ പറ്റണ്ടേ? പോലീസ് ഓടിക്കും, സർവ്വസാധാരണയാണ്. അല്ല, ഈ പെണ്ണുങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കുറ്റിയും പറിച്ചുകൂടി എന്തിനു പോകുന്നുള്ളത്? എന്താവശ്യം നിങ്ങൾക്ക്? നിങ്ങൾ പോകണ്ട, വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് ഞാൻ പറയാമല്ലോ, പക്ഷെ പോകണം. ഒരാഴ്ചത്തെ പരിപാടി, 1 മാസത്തെ പരിപാടി, ജംബോ സർക്കസ്, എക്സ്പോ എല്ലാം വന്നാൽ നിങ്ങൾ പോയിക്കോ. നിങ്ങൾ ഈ 1 ദിവസത്തെ പരിപാടിക്ക് കുറ്റിയും പറിച്ചുകൊണ്ട് എന്തിനു പോകുന്നുള്ളത്? എന്താവശ്യം നിങ്ങൾക്ക്? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കെട്ടിയമാറില്ലേ ഓൻ്റെ നടുമുള്ള തച്ചിട്ട് പൊളിക്കേണ്ടത്. എന്തായി മോളെ? ആ മോളെ പോയിക്കോ മോളെ, പ്രശ്നമില്ല മോളെ. ഓൻ്റെ നടുമുള്ള വിളിക്കേണ്ടി അറിഞ്ഞാൽ ബാസിൻ്റെ മൊത്തക്ക് തെളിതി പോകുന്നു. ഇവ നിങ്ങൾ ഹോസ്പിറ്റലിലും ചിലവ് ആരും കൊടുക്കും, സംഘാടകർ കൊടുക്കുമോ? 10ഓളം പേർക്ക് പരിക്കുന്നത്, നിങ്ങൾ എത്ര പേർക്ക് പരിക്കേറ്റിന് ആർക്കറിയാം? എത്ര പേര് ഇപ്പോൾ പരിക്കേറ്റിന്, എത്ര പേര് ഹോസ്പിറ്റലിലായിരുന്നു ആർക്കറിയാം? ആർക്കും അറിയാൻ പറ്റില്ല. ഇതിനെല്ലാം ഉത്തരവാദി സംഘാടകർ തന്നെയാണ്. സൗകര്യം ചെയ്ത് കൊടുക്കാത്തത് സംഘാടകരാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനുള്ള സംവിധാനം ആദ്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് പരിപാടി വെക്കാൻ പോകുന്നുള്ളത്? എന്തിനാണ് വെക്കാൻ പോകുന്നുള്ളത്? മിണ്ടാതിരുന്നില്ല, നിങ്ങളെ പണിയുന്നു, ഇതിന് മിണ്ടാതിരുന്നില്ല. നിങ്ങൾക്ക് KGF റിലീസാണെന്ന് ഇപ്പം അറിയുമോ? നോമ്പ് ലാസ്റ്റിന് അന്ന് തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങി ആരെയെന്നറിയോ? മുസ്ലിം പെണ്ണുങ്ങൾ തന്നെയാണ്, അതും നോമ്പിന്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞൊരു കാര്യമില്ല. എന്താണെന്നറിയോ? നിങ്ങൾ കെട്ടിയന്മാരെയാണ് പറയേണ്ടത്. എന്തെങ്കിലും തിയേറ്ററിൽ ഒരു സിനിമ റിലീസാകുമ്പോൾ പൊയ്ക്കോ പൊയ്ക്കോ എന്നിട്ട് സമ്മതം തരുന്നില്ലേ നിങ്ങൾക്ക്? അവരാണ് പറയേണ്ടത്. അവരെ മാത്രമാണ് പറയേണ്ടത്. നിങ്ങളെ മാപ്പിളമാരെ മാത്രമാണ് പറയേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ഈ ചെയ്ത്തിന് കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നതിന്. ഈ ഒരു പരിപാടിയിൽ എത്ര ഹിന്ദുക്കളുണ്ട് നോക്കല്ല, അല്ലെങ്കിൽ എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് നോക്കല്ല. കാണാൻ പറ്റും നിങ്ങൾക്ക്? പറ്റേല. ഒരു നാണം ഇല്ലാതെ കുറ്റിയും പറിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾ തന്നെയാണ് പോകുന്നുള്ളത്. സമ്മതം കൊടുക്കുന്ന ആര്? സ്വന്തം മാപ്പിളമാരനല്ലേ കൊടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസാകുമ്പോഴേക്ക് കൂട്ടുകാരികളോടുകൂടെ പോയിട്ട് കാണുന്നുണ്ട്. എന്താവശ്യമുണ്ട്? അല്ല, വിശ്വാസമെല്ലാം നല്ലത് തന്നെയാണ്. അധികമായാൽ അമൃതം വിശ്വാസമാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇവൻ്റെ കൂടെ പോകുന്നെങ്കിൽ ഓക്കെ. ഇവൻ്റെ കൂടെ 1 മാസം 1.5 മാസം വരെ സിനിമ നിന്ന് മറ്റുള്ള ആപ്പിലും കാര്യങ്ങളും. പിന്നെ എന്താവശ്യമുണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണുന്നു പെണ്ണുങ്ങൾക്ക്? കെട്ടിയോമാരെ കൂടെ പോകുന്നെങ്കിൽ ഓക്കെ, പോട്ട്. ആരുമില്ല, നല്ലതെന്തോ അല്ല പറയുന്നത്. ഞാനും നല്ലതല്ല, കേൾക്കുന്നത് നിങ്ങളും നല്ലതല്ല.